ഹായ് ഫ്രണ്ട്സ്, മഴത്തോരും മുമ്പേ എന്ന സീരിയലിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് മനുവിൻ്റെ അനിയൻ മുത്തശ്ശിയുടെ റൂമിൽ കിടന്നിട്ട് വാതിലിങ്ങനെ മുട്ടും. പക്ഷെ അലീന തുറക്കില്ല. അലീന പുതച്ച് മൂടും. കുറേ വട്ടം അവൻ ഇങ്ങനെ വാതിൽ മുട്ടും, എന്നാൽ അലീന തുറക്കില്ല. ഇതൊക്കെ മുത്തശ്ശി ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് രാവിലെ അലീന കിച്ചണിൽ ഇങ്ങനെ ഓരോ ജോലികളും ഇങ്ങനെ ചെയ്യാവും, തുടക്കലും മടിക്കലൊക്കെ. അപ്പോൾ മനുവിൻ്റെ അനിയൻ ഇങ്ങനെ വരും. ഞാൻ ഇന്നലെ രാത്രി വാതിൽ തട്ടിയിരുന്നു, എന്താ നീ തുറക്കാതിരുന്നേന്ന് ചോദിക്കും. കുറേ നേരം ഞാൻ കാത്തു നിന്നു, എന്നിട്ട് നീ എന്താ വാതിൽ തുറക്കാമെന്ന് ഞാൻ ചോദിക്കും. ഇത് കേൾക്കുന്ന അലീന ഒന്നും മിണ്ടില്ല. നീ എന്താ ഉറങ്ങിപ്പോയോ എന്ന് മനുവിൻ്റെ അനിയൻ ചോദിക്കും. അപ്പോൾ ഒന്നും മിണ്ടാതെ അലീന ഇങ്ങനെ ജോലി ഇങ്ങനെ ചെയ്യാവും. എന്നിട്ട് അപ്പോൾ ഇവൻ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തടഞ്ഞു നിർത്തും. അപ്പോൾ അലീന പറയും, ഒന്ന് മാറി നിൽക്കുമോ എന്ന് ചോദിക്കും. അപ്പോൾ നിനക്കെന്താ ചെവിയൊന്നും കേൾക്കില്ലേ, ഞാൻ നിൻ്റെ റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു, നീ എന്താ അറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോഴും ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഒരു മൈൻഡും ചെയ്യാതെ അലീന ഇങ്ങനെ ജോലി ചെയ്യും. അപ്പം മനുവിൻ്റെ അനിയൻ പറയും, അതെ എൻ്റെ റൂമൊന്ന് ക്ലീൻ ചെയ്യണം, പറഞ്ഞത് കേട്ടോ ചോദിക്കും. അപ്പം അലീന പറയും, കേട്ടു, എന്നാൽ ഇപ്പം തന്നെ എൻ്റെ റൂം ക്ലീൻ ചെയ്യണം പറയും. അപ്പം അലീന പറയും, ഇതൊന്ന് കഴിഞ്ഞോട്ടെ എന്നിട്ട് ഞാൻ വരാം പറയും. അപ്പം ആ ദേഷ്യത്തിൽ അവൻ നേരെ റൂമിലേക്ക് കയറി ചെല്ലും. റൂമിൽ പോയിട്ട് അവൻ ജനലുകളൊക്കെ അടയ്ക്കുകയും ഒക്കെ ചെയ്യും. പിന്നെ അലീനനെ അങ്ങനെ നോക്കും വരുന്നുണ്ടോയെന്ന്. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അലീന ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വരും. അപ്പോൾ പിന്നെ ഭയങ്കര ഇതാവും, എന്തൊക്കെ ചെയ്യണ്ടേന്ന് അറിയില്ല. എന്നിട്ട് അലീന ഇങ്ങനെ അവിടെ തുടയ്ക്കുമ്പോൾ ഇവൻ പോയിട്ട് വാതിലടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലീനേനെ വന്നിട്ട് ഇങ്ങനെ തൊടും. അപ്പോൾ നീ എന്തായി കാണിക്കുന്നതെന്നൊക്കെ അലീന ഇങ്ങനെ പറയും, കൈയെടുക്ക് പറയും. അപ്പോൾ മനുവിൻ്റെ അനിയൻ ചോദിക്കും, നിനക്ക് എന്താ വേണ്ടേ ചോദിക്കും. അപ്പോൾ അലീന പറയും, ഒരു സഹോദരൻ ഒരു സഹോദരിയോട് പെരുമാറുന്ന പോലെ പെരുമാറണം കഴിയുമെങ്കിൽ എന്ന് പറയും. അപ്പോൾ ഇത് കേൾക്കുന്ന മനുവിൻ്റെ അനിയൻ പറയും, പിന്നെ വെറും വീട്ടുജോലിക്കാരിനെ ഞാൻ എൻ്റെ പെങ്ങളുടെ സ്ഥാനത്ത് കാണാനാ, അതിനെനിക്ക് വേറെ ആളുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ അലീന പറയും, എങ്കിൽ നീ കൈതയ്ക്കൽ മാളിക വീട്ടിൽ ജനിച്ചതിൻ്റെ ഒരു അന്തസ്സ് കാണിക്കണം എന്നൊക്കെ പറയും. പിന്നീട് മനുവിൻ്റെ അനിയൻ പറയും, ആരോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അലമാര തുറക്കുന്നു. അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട്, നിനക്കെന്താ പൈസ വേണോ, എത്ര വേണ്ടത്, 5000 മതിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുക. അപ്പോൾ അവൾ പറയും, എനിക്ക് പൈസ ഒന്നും വേണ്ട എന്ന് പറയും. ഓ, നീ വല്ല ശീലാവധി ഒന്നും ചമയണ്ട എന്ന് അലീനയോട് ഇവൻ പറയും. എന്നിട്ട് ഗോൾഡ് വേണോ, പറ, എത്ര പവൻ വേണം, 2 പവൻ്റെ ചെയിൻ മേടിച്ച് തരാൻ പറയും. അപ്പോൾ അലീന പറയും, നന്നായി ബോറായി വരുന്നുണ്ട് നിന്റെ സംസാരം, നീ ഇവിടുത്തെ മനുവിനെ നോക്കൂ, നിന്റെ ചേട്ടൻ എന്തൊരു ഡീസൻ്റാ, എന്ത് നല്ല പക്വതയോട് കൂടിയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതും സംസാരിക്കുന്നതും ഒക്കെ, നിനക്ക് അതുപോലെ ആയിക്കൂടെ എന്നൊക്കെ ഇവനോട് ദേഷ്യപ്പെട്ടിട്ട് പറയും. അപ്പോൾ ഇറങ്ങിപ്പോടി എൻ്റെ റൂമിൽ നിന്ന് പറഞ്ഞിട്ട്, ഇത് കേൾക്കുമ്പോൾ ഇറങ്ങിപ്പോടി എൻ്റെ റൂമിൽ നിന്ന് പറഞ്ഞിട്ട് അവളെന്നെ റൂമിൽ നിന്ന് പുറത്താക്കും. എന്നിട്ട് വാലടയ്ക്കും. പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രനെയാണ്. ബാലചന്ദ്രൻ കോളിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ വൈജയന്തി ഫോണിലേക്ക് വിളിക്കും. എന്നിട്ട് പറയും, ഇത്ര നേരം ബിസി ആയിരുന്നല്ലോ പറയും. അപ്പോൾ ബാലചന്ദ്രൻ പറയും, ഞാൻ എൻ്റെ ഒരു ഗേൾ ഫ്രണ്ടിനെ വിളിക്കുകയായിരുന്നു ഒക്കെ. അപ്പോൾ ഇത് കേൾക്കുന്ന വൈജയന്തി കുറച്ച് ദേഷ്യപ്പെടും. എന്നിട്ട് പറയും, എൻ്റെ ചേട്ടൻ്റെ അടുത്തേക്ക് പോകണ്ടേ, ചേട്ടൻ നാളെ ശിവേട്ടൻ നാളെ ഗൾഫിക്ക് പോവുകയാണ്, അപ്പോൾ കുറച്ച് വറുത്തതും പൊരിച്ചതൊക്കെ കൊണ്ട് കൊടുക്കണം എന്ന് പറയും. ഓ, നിൻ്റെ ആങ്ങളെ പോവല്ലേ, അപ്പം നീ എന്ത് വേണമെങ്കിലും കൊടുത്തോ എന്നൊക്കെ പറയും. നിങ്ങൾ തമാശ പറയാതെ നിങ്ങൾ വരുന്നില്ലേ എന്നൊക്കെ, ബാലചന്ദ്രൻ വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയും, ഞാൻ വന്നേക്കാം. അപ്പോൾ വൈജയന്തി പറയും, ഞാൻ എന്തായാലും ബാങ്കിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോവുകയാണ് എന്നൊക്കെ വൈജയന്തി പറയും. ഓ ശരി, എന്നാൽ മക്കളെ കൊണ്ടുപോകണില്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കും. അപ്പോൾ വൈജയന്തി പറയും, അവർക്ക് നാളെ ക്ലാസ് കളയണ്ട എന്നൊക്കെ പറയും. എങ്കിൽ ശരി എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ഫോണിൽ വെക്കും. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയുടെ റൂമാണ്. അലീന മുത്തശ്ശിയുടെ റൂമിലേക്ക് വരും. എന്നിട്ട് നമുക്ക് മുടിയൊക്കെ ചെയ്യണ്ടേ, പൊട്ട് തൊടണം, എന്തൊക്കെ ചെയ്യണം, കുറി ഇടണം എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ മുത്തശ്ശി പറയും, പിന്നെ ഇനി ഇപ്പോഴോ, അതൊക്കെ എന്ത് ഈ ചാവാൻ കിടക്കുന്ന ഞാനാ എന്നൊക്കെ പറയും. അപ്പോൾ അലീന പറയും, മുത്തശ്ശി ഇപ്പോഴും സുന്ദരിയല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ പണ്ട് കാലത്തെ ഉള്ളതൊക്കെ അങ്ങനെ പറയും, മുഖത്ത് നല്ല ഇതായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ അലീന പറയും, മുത്തശ്ശി ഇപ്പോഴും സുന്ദരിയാണ്, പണ്ട് മാത്രമല്ല ഇപ്പോഴും സുന്ദരിയാണ്, അത് മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ അലീന ഇങ്ങനെ പറയും. മുത്തശ്ശി പറയും, അതൊക്കെ ഒരു കാലം പറയും. എനിക്ക് എന്തോരം ആൾക്കാരായിരുന്നു എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയും. നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം, നിനക്ക് ആരുമില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ അലീന പറയും,
ആര് പറഞ്ഞു എനിക്ക് ആരുമില്ലെന്നേ? എനിക്ക് എല്ലാവരും ഉണ്ട്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, വീടുണ്ട്, ബന്ധുക്കാരുണ്ട്, പിന്നെ കാറുണ്ട് വീട്ടിൽ, വലിയ വീടാണ്, അങ്ങനെയൊക്കെ ഇങ്ങനെ പറയും. അപ്പം മുത്തശ്ശി അമ്പരന്നിട്ട് നോക്കും. എവിടെ നിന്റെ വീടൊക്കെ എവിടെ ചോദിക്കും. അപ്പം അതാണ് എനിക്കും അറിയാത്തതെന്ന് അലീന ഇങ്ങനെ പറയും. പോടി പറഞ്ഞിട്ട് കയ്യിലൊക്കെ ഒരു അടി കൊടുത്തിട്ട് രണ്ടാളിങ്ങനെ സംസാരിക്കും. എന്നിട്ട് പറയും, അലീന പറയും, മുത്തശ്ശി വാ ഞാൻ എണ്ണ തേച്ച് തരാൻ പറയും. അപ്പം മുത്തശ്ശി പറയും, എന്നാലേ നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ ഈ കയ്യിലൊന്ന് എണ്ണ തേച്ച് തിരുമ്മി തായോ, കൈ ഭയങ്കര വേദനയാണ് പറയും. അപ്പം അലീന കൈ ഇങ്ങനെ തിരുമ്പുമ്പോൾ മുത്തശ്ശി പറയും, ഇന്നെൻ്റെ മോള് വരും, വൈജയന്തി മോളിന്ന് വരുന്നുണ്ട്. നാളെ ശിവൻ ഗൾഫിക്ക് പോവല്ലേ, അപ്പം മോള് വരുന്നുണ്ട്. പിന്നെ എന്നെയും നിന്നെയും മോളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയും. അപ്പോൾ ഇത് കേൾക്കുന്ന അലീനയ്ക്ക് ഭയങ്കര സന്തോഷം. മുത്തശ്ശിയുടെ മോള് വരുന്നെന്നോ? പിന്നെ മുറ്റത്ത് ഒരു കാറിൻ്റെ ശബ്ദം കേൾക്കുന്നു. അപ്പം മുത്തശ്ശി പറയും, അയ്യോ അത് അവളല്ലേ, അവളുടെ കാറിൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ എനിക്കറിയാൻ പറയും. ഇത് കേൾക്കുന്ന അലീന ഓടിപ്പോയിട്ട് ജനലിൻ്റെ ഇതിങ്ങനെ മാറ്റിയിട്ട് നോക്കുന്നു. അപ്പം മുത്തശ്ശി വയ്ക്കും, അവളല്ലേ പറയും. അപ്പം അലീന പറയും, ഞാൻ കണ്ടിട്ടില്ലല്ലോ, എനിക്കറിയില്ലല്ലോ എന്നൊക്കെ പറയും. എന്നിട്ട് വാതിലിൻ്റെ അവിടേക്ക് പോയിട്ട് വേഗം നോക്കാം, വാല് തുറന്നിട്ട് ശിവേട്ടാ എന്ന് വൈജയന്തി ഇങ്ങനെ വിളിക്കുന്നു. അപ്പോൾ വൈജയന്തിയെ കാണുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാകും. എന്താ ചെയ്യണ്ടേന്നല്ലാത്തൊരു വെപ്രാളാവും. എന്നിട്ട് അപ്പോൾ ശിവേട്ടൻ ചോദിക്കും, നിന്റെ കെട്ടിയവൻ എന്താ വന്നില്ലേ, മക്കളും വന്നില്ലേ ചോദിക്കും. അപ്പോൾ വൈജയന്തി പറയും, ഞാൻ ഒറ്റയ്ക്കേ വന്നിട്ടുള്ളൂ, അവർക്കൊക്കെ തിരക്കല്ലേ എന്ന് പറയും. എന്നിട്ട് എടുത്തി എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട് വെച്ചാൽ കാണാം, ഇവള് വരുന്നു, കമല വരും. എന്താ ജോലിയൊന്നും കഴിഞ്ഞില്ലേ ചോദിക്കും. അപ്പോൾ കമല പറയും, എവിടെ നിന്ന് തീരാനാ, എല്ലാതും കൂടി ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണ്ടേ എന്നൊക്കെ പറയും. അപ്പോൾ പറയും, അതിനല്ലേ ഇവിടെ പുതിയ ജോലിക്കാരി വന്നിരിക്കുന്നതെന്ന് വൈജയന്തി പറയും. അപ്പോൾ കമല പറയും, അതിന് അവളെ കൊണ്ട് എന്തെങ്കിലും ജോലി ചെയ്യിക്കുമ്പോൾ അമ്മ വിളിക്കും, അലീനേ കുഞ്ഞേ ഇങ്ങോട്ട് വന്നേന്ന്. അപ്പോൾ വൈജയന്തി പറയും, അലീന എന്നാണോ അവളുടെ പേര് ചോദിക്കും. അപ്പോൾ പറയും. ഇതെല്ലാം അലീന ഇങ്ങനെ ഒളിഞ്ഞു നിന്നിട്ട് ഇങ്ങനെ അമ്മേനെ കുറേ നേരം ഇങ്ങനെ നോക്കുന്നുണ്ടാവും. ഒപ്പം കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം പൊഴിയുന്നുണ്ടാവും. അപ്പം ഇതുവരെയാണ് ഇന്നത്തെ എപ്പിസോഡ്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്